Hello, welcome back to my channel and I'm your Sabagaras. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ചധികം നാളായെന്ന് തോന്നുന്നു അല്ലേ? ഒരു 13 ദിവസം മുന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലാഗ് ആയിപ്പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ അടുത്ത കളക്ഷൻ ഒബ്ജക്റ്റ് ആയിട്ടുള്ള സെറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ. സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പം ഞാൻ ആദ്യം ഡാർട്ടിൻ്റെ വേഗം കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എത്ര പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും മെയിനായിട്ട് ഞാൻ ബാക്കി പ്രൊസീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സസും കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വൺ സെക്കൻഡ്. ഞാൻ ഇതിലൊരു പുതിയൊരു ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സെറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് എക്സ് 1 എന്നോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗിറ്റബിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതാം. ഇനി നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മുന്നേ എന്താ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇല്ലേ? അതവിടെ പോയി ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ? പക്ഷേ സെറ്റ് വരുമ്പോൾ അത് കേളി ബ്രേസസിലായിരിക്കും വരുന്നുണ്ടാവാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു സെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. സെറ്റ് 1 ഈക്വൽ ടു കേളി ബ്രേസസിൽ എന്ത് ചെയ്യാം, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇതാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ. ഞാനിപ്പോ വേറൊരു സെറ്റ് കൊടുക്കാം. സെറ്റ് 2 ഈക്വൽ ടു 4 5 6 7 8. അങ്ങനെ 2 സെറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മാത്സിൽ ഈ സെറ്റ് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് സെറ്റിൽ യൂണിയൻ കണ്ടുപിടിക്കാം, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും മാത്സിൽ. അതേ സെയിം കാര്യം തന്നെ നമുക്ക് ഇതിലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പൊ ഞാനവിടെ പ്രിന്റ് ദി യൂണിയൻ ഓഫ് സെറ്റ് 1 ആൻഡ് സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് യൂണിയൻ കണ്ടുപിടിക്കാം. എങ്ങനെ? പ്രിന്റ് ഫംഗ്ഷനുള്ളിൽ തന്നെ കൊടുക്കാം. സെറ്റ് 1 എന്ന് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ എന്താ വരാം, ആ ഒരു സെറ്റ് 1 അവിടെ പ്രിന്റ് ആയിട്ട് വന്നു ഇല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് സെറ്റ് 1ന്റെയും സെറ്റ് 2ന്റെയും യൂണിയൻ ആണ്. എന്ന് വെച്ചാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിലത്തെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്ത് പൊക്കോളും, യുണീക്ക് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സെറ്റ് 1 ഡോട്ട് യൂണിയൻ ഓഫ് സെറ്റ് 2 എന്ന് കൊടുക്കുന്നു. കണ്ടിതൊക്കാം, കണ്ടോ? രണ്ടും കൂടി ഒരുമിച്ച് വന്നു. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്ന 4ഉം 5ഉം അത് യുണീക്ക് ആക്കിയിട്ട് ഒരൊറ്റ തവണ മാത്രമാണ് ടൈപ്പ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇതേപോലെ അടുത്തതാണ് എന്ത്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്റർസെക്ഷൻ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലും അതെ ഈ യൂണിയന് പകരം ഇവിടെ എന്താക്കാം, ഇന്റർസെക്ഷൻ ആക്കാം. ഓക്കെ. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളതാണ് അവിടെ പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയതാ 4 and 5. ഓക്കെ. ഇനി അടുത്തത് എന്താണ്, ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ സെറ്റ് 1 ഡോട്ട് ഡിഫറൻസ് ഓഫ് സെറ്റ് 2 എന്ന് കൊടുക്കണം. അപ്പൊ എന്താ വരാൻ നോക്കാം, 1 2 3 എന്നുള്ളത് മാത്രമാണ്. അതെന്തായിരുന്നു, അതെന്താന്ന് വെച്ചാൽ സെറ്റ് 1ൽ നിന്ന് സെറ്റ് 2വിലത്തെ എലമെന്റ്സിനെ റിമൂവ് ചെയ്ത് കളയണം എന്നാണ് ഈ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ സെറ്റ് 1ൽ നിന്ന് സെറ്റ് 2വിലത്തെ എലമെന്റ്സിനെ റിമൂവ് ചെയ്തു. സെറ്റ് 2വിലത്തെ എലമെന്റ്സ് ഇതിൽ ഏതൊക്കെയുള്ളത്, 4ഉം 5ഉം. അപ്പൊ അത് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വന്നു. ഇപ്പൊ ഞാൻ നേരെ തിരിച്ച് പ്രിന്റ് സെറ്റ് 2 ഡോട്ട് ഡിഫറൻസ് ഓഫ് സെറ്റ് 1 കൊടുക്കുമ്പോൾ എങ്ങനെയാ വരാം, സെറ്റ് 2വിൽ നിന്ന് സെറ്റ് 1വിലത്തെ എലമെന്റ്സിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വരും. അതായിരിക്കും ഇത് 6 7 8. നോക്കാം, ക്ലിയർ ആയോ? ഓക്കെ. ഇത് ഒരു മെത്തേഡാണ്, നമുക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നേരിട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലിസ്റ്റിൽ ഇവിടെ പോയി ഒരു എം ടി ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിൽ ഒരു എം ടി സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ സെറ്റ് 3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, എസ് ക്യാപിറ്റൽ. ഇതാണ് എം ടി സെറ്റ്. അല്ലെങ്കിൽ ഇതിലോട്ട് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാം, സെയിം തന്നെ സെറ്റ് 3 ഡോട്ട് ആഡ് എന്ന് കൊടുക്കാം.
ഞാനിവിടെ 1 എന്ന് കൊടുക്കുന്നു. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, പ്രിന്റ് സെറ്റ് 3, സെറ്റ് 3നെ പ്രിന്റ് ചെയ്യിക്കണം. റൺ ചെയ്യാം. അപ്പോൾ 1ന്റെ സെറ്റ് വന്നു. ഓക്കെ, എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ സെറ്റ് 1 ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെറ്റ് 2 ഉണ്ടല്ലോ, ഇതിനെ എന്ത് ചെയ്യാം, ഈ സെറ്റ് 3യിലോട്ട് ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? സെറ്റ് 3 ഡോട്ട് ആഡ് ഓൾ എന്ന് കൊടുക്കാം. ഓക്കെ, ആഡ് ഓൾ ഓഫ്, അപ്പോൾ സെറ്റ് 2 എന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് സെറ്റ് 3. അപ്പോൾ ആ സെറ്റ് 2 മൊത്തം അതിൽ ആഡായി. മുന്നത്തെ വാല്യൂ ഉണ്ട്, അതേപോലെ സെറ്റ് 2ന്റെ വാല്യൂ ഉണ്ട്. എനിക്കിതിപ്പോൾ ഞാനിവിടെ ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ ലിസ്റ്റിന്റെ പ്രിന്റ് ചെയ്യിച്ചു അല്ലേ. അതേപോലെ വേണമെങ്കിൽ നമുക്കിത് പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. അതല്ലാതെ വേറൊരു ലൂപ്പും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നമുക്ക് ലിസ്റ്റിലും യൂസ് ചെയ്യും, ഇവിടെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് കൂടി ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പൊ സെറ്റ് 3 ഡോട്ട് ഫോർ ഈച്ച് ലൂപ്പിനെ എടുക്കാം. അപ്പൊ ഇതാണ് ഫോർ ഈച്ച് ഫംഗ്ഷൻ വന്നു. ഓട്ടോമാറ്റിക്കലി ലൂപ്പിന്റെ കേളി ബ്രേസസ് വന്നു. ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇത് കൊടുക്കാം, പ്രിന്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പൊ ഇതിലെന്താണ്, ഇതിൽ ഫോർ ഐ ഈക്വൽ ടു 0, എന്താണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അങ്ങനെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇത് ചെക്ക് ചെയ്ത് പൊക്കോളും. ഫോർ ഈച്ച് ലൂപ്പിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, നമ്മൾ ഐക്ക് പകരം ഇവിടെ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഫോർ ഈച്ച് ഐ എന്ന് ഇവിടെ കൊടുക്കണു, പ്രിന്റ് ഐ എന്ന് കൊടുക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. ക്ലിയർ ആയോ? ഇതെങ്ങനെ എഴുതി വെക്കണേ, സെറ്റ് 3 ഡോട്ട് ഇപ്പുറത്ത് എന്ത് കൊടുത്തു, നമ്മുടെ ഫോർ ഈച്ച് ഫംഗ്ഷൻ then curly braces, ഫംഗ്ഷൻ അല്ല ലൂപ്പ് കേട്ടോ, ഇതിനുള്ളിൽ ഐ കൊടുത്തു. then ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രിന്റ് ഐ പ്രിന്റ് ചെയ്യിക്കുന്നു, സെമിക്കോളൻ ഇട്ടു, ഇവിടെയും ഒരു സെമിക്കോളൻ ഇട്ടു. ഓക്കെ, അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിലിപ്പോ എന്താ, ഇത് മൊത്തം കൂടിയിട്ട് എന്താണ്, ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഇടേണ്ടത്. ഇവിടം വരെയുള്ളത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് മുഴുവനായിട്ട് ഇടേണ്ടത്. ഫോർ ഈച്ച് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് അതിൽ വരുന്നത്, ലൂപ്പ് പോലെ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, സോ അപ്പൊ ഈ സെറ്റ് എന്നുള്ളത് നമ്മൾ അധികം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ഫ്ലട്ടർ പ്രൊജക്ട്സ് ചെയ്യുന്ന ടൈമിൽ സെറ്റ് അധികം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ബാക്കിയുള്ള ലിസ്റ്റ്, മാപ്പ്, ക്യൂ ഒക്കെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി സെറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ പോവാ, സെറ്റ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്ലട്ടർ അല്ല ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും മതി. അപ്പൊ സെറ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇതിലുണ്ടായിരിക്കും. ഞാൻ ഈ ലിങ്കും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതിലെന്താണ്, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഇതിൽ ഓരോ കളക്ഷൻ ഒബ്ജക്റ്റ് മാത്രമായിട്ട് തന്നെ പഠിക്കാനാണെങ്കിൽ ഒരുപാട് ടോപ്പിക് ഉണ്ടാവും. പക്ഷെ ലിസ്റ്റിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും, സെറ്റിന്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും, അങ്ങനെ പല ടൈപ്പ് ഓഫ് സെറ്റുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പഠിക്കാൻ നിന്നാലും നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക്സ് മനസ്സിലാക്കി വെക്കാം, പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് പതിയെ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി നാളെ തൊട്ട് ഡെയിലി എന്തായാലും വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് ഗ്യാപ്പൊക്കെ ചിലപ്പോൾ വന്നു വരും, കാരണം ഞാനിവിടെ ലൈവ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ടൈം ഗ്യാപ്പ് കിട്ടുന്നില്ല, ഭയങ്കര ടൈറ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവരുത്, നമ്മൾ എന്തായാലും ഡെയിലി വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.